ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഇന്ന് എനിക്കുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. 55 വയസ്സുള്ള ഒരു ചേട്ടന് ഞാനൊരു കൗൺസിലിംഗ് സെഷൻ കൊടുക്കുകയുണ്ടായി. കൗൺസിലിംഗ് സെഷൻ എന്ന് പറയുന്ന സമയത്ത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളൊരു കൗൺസിലിംഗ് സെഷനാണ്. അയാളുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തി അതിൻ്റെ റിസൾട്ട് കളക്ട് ചെയ്തു. അത് ബേസ് ചെയ്തിട്ട് അയാളുടെ പേഴ്സണാലിറ്റീനെ ഡീറ്റെയിൽ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയും അത് ബേസ് ചെയ്തിട്ടൊരു കൗൺസിലിംഗ് സെഷൻ കൊടുക്കുകയും ചെയ്തു. ആ ചേട്ടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്കാലത്ത് ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് നടന്നൊരു വ്യക്തിയാണെങ്കിൽ പുള്ളി ഇന്ന് ഗൾഫിൽ ഒരുപാട് കടബാധ്യതകളായിട്ട് നിലവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തിയിട്ട് അയാളുടെ സ്ട്രെങ്ത്തും വീക്കും അയാൾക്ക് ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്ന സാധ്യതകളും അയാളുടെ പേഴ്സണാലിറ്റിയിലുള്ള സ്കില്ലിനെ കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് പുള്ളിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. എന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പുള്ളി എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്: എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ടീനേജ് പ്രായത്തിൽ എനിക്ക് ഈ ഒരു ഗൈഡൻസ് കിട്ടിയിരുന്നുവെങ്കിൽ, ഇത്തരത്തിൽ നിൻ്റെ മേഖല ഇന്നതാണ്, നീ ഇങ്ങനെ ചെയ്യണം, നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ ലൈഫിൽ നിനക്ക് ഇത്രയും കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു ഗൈഡൻസ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്നേ ഒരുപാട് രക്ഷപ്പെട്ടു പോയേനെ, എനിക്ക് ഇത്രയും കടബാധ്യതകളൊന്നും ഉണ്ടാകില്ലായിരുന്നു, എനിക്ക് ബെറ്ററായിട്ടുള്ളൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കാൻ പറ്റിയേനെ, ഇന്ന് എൻ്റെ ലൈഫിൽ വളരെയധികം സ്ട്രഗിളിങ്ങിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, ഈ സ്ട്രഗിളിംഗ് ഒന്നും എനിക്ക് ഉണ്ടാവില്ലായിരുന്നു എന്നുള്ള ഒരു ചിന്ത ആ ഒരു വ്യക്തി എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിയാണ് അല്ലേ? നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മളൊരു ഒഴുക്കിന് സഞ്ചരിക്കുന്ന ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നൊരു പുഷിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. അതായത് നമ്മളുടെ ഒരു ചൈൽഡ്ഹുഡ് മുതൽ നമുക്കൊരു പുഷ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് കുട്ടിക്കാലത്ത് നമ്മൾ ജനിക്കുന്നത് മുതൽ നമ്മൾ അംഗനവാടിയിൽ വിടുന്നു, LKG UKGയിൽ വിടുന്നു, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 +2 കഴിഞ്ഞിട്ട് ആ ഒരു +1 +2ൽ പാസ്സാകുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കരിയർ സെലക്ട് ചെയ്യുന്ന ലെവലിലേക്ക് വരെ നമ്മുടെ സമൂഹത്തിലൊരു കൾച്ചർ ഉണ്ടായിരുന്നു. ഇന്ന് കുറേയൊക്കെ അത് മാറി തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും ചില ടിപ്പിക്കൽ ഫാമിലീസിലൊക്കെ +2 ഫെയിലായിട്ടുള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടുന്ന രീതിയിലേക്കും +2 ഫെയിലാകുന്ന വ്യക്തികളെ ഗൾഫിലേക്ക് പറഞ്ഞു വിടുന്നൊരു സിസ്റ്റമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആളുകളുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ പോകുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്. അതായത് ജീവിതത്തിൻ്റെ പല പ്രാരാബ്ദങ്ങളെയും നമ്മളിപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കുറേ കടങ്ങളെയും ബാധ്യതകളെയൊക്കെ തീർക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ വിട്ടുപോകും. നമുക്കെന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും, ഈ സ്വന്തത്തെക്കുറിച്ചുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ഫാമിലീനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ബാധ്യതകളൊക്കെ തീർന്ന് നമ്മളെ രക്ഷപ്പെട്ട് കാണുക എന്നുള്ളത് തന്നെ ആയിരിക്കും അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇവിടെയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മളെന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അതായത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് എന്തൊക്കെ സ്കില്ലുണ്ട്, നമ്മുടെ പേഴ്സണലായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്, നമ്മുടെ പേഴ്സണലായിട്ടുള്ള സ്കില്ല്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒരു വ്യക്തി എന്ന് പറയുന്ന സമയത്ത് ഒരു സാധാരണ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഒതുങ്ങി ജീവിക്കുന്നതായിരിക്കാം. അവന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. അവന് വേണമെങ്കിൽ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുകയും അതിനെ വലിയ ലെവലിലേക്ക് എത്തിക്കാനും പറ്റുമായിരിക്കും. പല വ്യക്തികളും അവരുടെ ഒരു സ്വഭാവ പ്രകൃതവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത മേഖലയിൽ കഷ്ടിച്ച് ഒരു ജോലി എടുക്കുന്നത് പോലെ ജീവിക്കുന്നു. യഥാർത്ഥത്തിൽ അവർക്ക് അവരുടെ പാഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനോ എങ്ങനെ എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നോ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ധാരണയുമില്ല. ഇത് വളരെ ദയനീയമായൊരവസ്ഥ കൂടിയാണ്. ഈ ഒരു സിറ്റുവേഷൻസിലാണ് നമ്മളെ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടം, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ആവശ്യകത വരുന്നത്. സോ എങ്ങനെ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റും, എങ്ങനെ നമുക്ക് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ളൊരു പാഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ തീരുമാനങ്ങൾ അഥവാ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അത് നിങ്ങളുടെ തീരുമാനങ്ങളായിരിക്കണം. ഈ നിങ്ങളുടെ തീരുമാനങ്ങൾ തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള തീരുമാനങ്ങളും ലോങ് ലാസ്റ്റ് ചെയ്യുന്ന തീരുമാനങ്ങളുമാണെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുകയും വേണം. സൊസൈറ്റിയിൽ നിന്നുള്ള കീഴ്വഴക്കങ്ങളുടെയും അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള ആ ഒരു പുഷിൻ്റെയൊക്കെ പുറമെ എടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മുടെ ഭാവിയെ ഇല്ലാതാക്കും. ഇത് നമ്മൾ തിരിച്ചറിയാൻ പറ്റുക. ഇനി നമ്മളുടെ ലൈഫ്, നിങ്ങൾക്കിപ്പോൾ എത്ര ഏജ് ആയിട്ടുണ്ടെങ്കിലോ, നിങ്ങളൊരു 50 എബോ ഏജ് ആയിട്ടുണ്ടെങ്കിലോ 30 എബോ ഏജ് ആയിട്ടുണ്ടെങ്കിലോ എത്ര ഏജ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. ഇതിനെ പ്രാക്ടിക്കലായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നൊരു മേഖല എന്ന് പറയുന്നത് പേഴ്സണൽ
പേഴ്സണാലിറ്റി ടെസ്റ്റിലൂടെയൊക്കെ നമുക്ക്, ഞാനിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആ വ്യക്തിയെ പോലെ പേഴ്സണാലിറ്റി ടെസ്റ്റൊക്കെ ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ പാഷൻ. കാരണം ഇപ്പോൾ എല്ലാവരും വേൾഡ് വൈഡായിട്ട് പേഴ്സണാലിറ്റി ടെസ്റ്റ്, IQ ടെസ്റ്റ്. ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് ആദ്യം ആ കുട്ടിയുടെ IQ ടെസ്റ്റ് നടത്തും, അവർക്ക് എത്ര IQ ഉണ്ടെന്ന് നോക്കും, അവരുടെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തും, അവരുടെ അഭിരുചികൾ കണ്ടെത്തും. ഇതൊക്കെ കണ്ടെത്തിയിട്ടാണ് ആ ഒരു കുട്ടിയെ വഴിതെളിച്ച് വിടുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വഴി തെറ്റി പല വഴികളിലൂടെ എവിടേക്കോ എത്തിച്ചേരുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയും നേർവഴിക്ക് പോകാം. നമ്മൾ പോകേണ്ട വഴി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ആ വഴി എവിടെയും നഷ്ടപ്പെട്ടു പോകുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് പ്രാക്ടിക്കലായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസ് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുക. ഒതുങ്ങിക്കൂടി ജീവിക്കുക. അതേപോലെ തന്നെ എനിക്കിത് മതി, ഇനി അഡ്ജസ്റ്റ് ചെയ്യുക, ഇനി ഞാൻ ജീവിതത്തിൽ സ്വപ്നം കാണുന്നത് കൊണ്ടൊന്നും കാര്യമില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, ഇനി ഞാൻ എന്ത് ചെയ്യേണ്ട, കൂടുതലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഈ ചിന്താ രീതിയാണ് നിങ്ങൾ മാറ്റേണ്ടത്. കാരണം നിങ്ങളുടെ മെൻറ്റാലിറ്റി മാറാതെ ഒരിക്കലും നിങ്ങൾക്ക് മാറാൻ കഴിയില്ല. അതായത് ഞാൻ വിചാരിക്കാത്ത പക്ഷം മറ്റൊരാൾക്ക് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു മോട്ടിവേഷൻ സ്പീക്കർ ആയതുകൊണ്ടോ, ഇനി ഇതെല്ലാം ഒരു കൗൺസിലർ ആയതുകൊണ്ടോ, സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ടോ, സൈക്യാട്രിസ്റ്റ് ആയതുകൊണ്ടോ ഒരു കാര്യവുമില്ല. ഞാൻ വിചാരിക്കണം, ഞാൻ മാറണമെങ്കിൽ. ഈ വിചാരം എവിടെയാണ് വരുന്നത്? നമ്മുടെ ചിന്തയിലാണ്, നമ്മുടെ ചിന്താ രീതിയിലാണ്. അപ്പം നമ്മുടെ സൊസൈറ്റിയിലുള്ള പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളുടെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഇത് മാറ്റുക, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. അതായത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അതിൽ നിങ്ങളുടെ പാഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, യെസ്, ഇതാണ് എൻ്റെ പാഷൻ, ഇതാണ് എനിക്ക് തുടങ്ങാൻ പറ്റിയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കണ്ടെത്തുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതം ടോട്ടലി ചേഞ്ച് ആവും. ഇതിനെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻസ് കിട്ടണമെന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ പാഷനറ്റിക് ആയിട്ടുള്ള മേഖലകൾ വർക്ക് ചെയ്യുന്ന സമയത്ത്. പക്ഷേ നിങ്ങൾക്ക് സന്തോഷം കിട്ടും, നിങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കുറയും, നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളെയും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എനിഗ്രാം എന്ന് പറയുന്ന പേഴ്സണാലിറ്റി സൈക്കോളജിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തിത്വങ്ങൾക്കും അവരുടേതായിട്ടുള്ളൊരു ചുറ്റുപാട് ആവശ്യമുണ്ട്. അതായത് എല്ലാ വ്യക്തികൾക്കും ഓരോ പ്രതലം ആവശ്യമുണ്ട്. ആ ഒരു പ്രതലത്തിലാണ് അവരേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവുക. അവരുടെ ഹാപ്പിനെസ്സിൻ്റെ പീക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു നിമിഷത്തിലായിരിക്കും എന്നുള്ളത് പല പേഴ്സണാലിറ്റി സൈക്കോളജി മെത്തേഡുകളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒതുങ്ങിക്കൂടാതിരിക്കുക, ഒഴുക്കിനനുസരിച്ച് സഞ്ചരിക്കാതിരിക്കുക, നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ജീവിക്കാനുള്ള പ്രതലം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് ജീവിക്കാനുള്ള അന്തരീക്ഷം മറ്റൊരാൾ ക്രിയേറ്റ് ചെയ്ത് തരുന്നുള്ള തെറ്റായൊരു ധാരണ മാത്രമാണത്. പലപ്പോഴും നമ്മളുടെ സന്തോഷങ്ങളും നമ്മളുടെ ജീവിതത്തിലുള്ള ആവശ്യങ്ങളൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തേണ്ടി വരും, നമ്മൾ തന്നെ അത് തേടി പോകേണ്ടിയും വരും. അതിനെന്ത് ചെയ്യേണ്ട? ഒരു തരത്തിലുള്ള മടിയും കാണിക്കേണ്ട. സോ നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുക. താങ്ക് യു.